രാഷ്ട്രീയ ചാണക്യൻ എന്നുള്ള നിലയ്ക്ക് പ്രശാന്ത് കിഷോർ ബി ജെ പിയെ വിമർശിച്ചില്ല, മോദിയെ വിമർശിച്ചില്ല, അമിത്ഷായെ വിമർശിച്ചില്ല. അതിൻ്റെ കാരണം എന്ത് എന്ന് നമ്മൾ ആലോചിക്കണം. യു പി, മഹാരാഷ്ട്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ഈ 4 സ്ഥലങ്ങളിലും ഒരുപോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അടുത്ത പാർലമെന്റിലേക്ക് കുതിച്ചു കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ബി ജെ പി. കോൺഗ്രസ് ഇല്ല, ആർ ജെ ഡി ആണ് പിന്നെ അവിടെ ഉള്ളത് പ്രതിപക്ഷം. അതും കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഉള്ള വാക്വം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ കിഷോറിൻ്റെ ഒരു ഉദ്ദേശം. ഡെവലപ്മെൻറ്റിനോടൊപ്പം എഡ്യൂക്കേഷൻ ആൻഡ് ജോബ് എന്നുള്ള കാര്യത്തിലേക്ക് ബി ജെ പി തിരികേണ്ടിയിരിക്കുന്നു. അതാണ് ഈ ഇപ്പോഴത്തെ ബങ്കിപ്പൂർ ഇലക്ഷനിൽ ഉണ്ടായിരിക്കുന്ന റിസൾട്ടിൻ്റെ യഥാർത്ഥ പാഠം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നടന്ന പ്രതിഷേധം രാജ്യത്തൊട്ടാകെ ചർച്ചയായി. അതിലൂടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയായി എന്ന് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാം. അതാ മറ്റൊരു തിരിച്ചടി കൂടി അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് സംശയം തോന്നുന്നു. അതായത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ബങ്കപ്പൂരിൽ 95 മുതൽ ബി ജെ പി സ്വന്തമാക്കി വെച്ചിരിക്കുന്ന അവരുടെ കോട്ട നഷ്ടമായിരിക്കുന്നു. പ്രശാന്ത് കിഷോർ അവിടെ വിജയിച്ച് കയറിയിരിക്കുകയാണ്. 19,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി കോട്ടയിൽ അദ്ദേഹം വിജയിച്ചത് എന്ന് നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രയാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയാണോ, ബി ജെ പിക്കുള്ള മുന്നറിയിപ്പാണോ? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. അങ്ങനെ പ്രശാന്ത് കിഷോർ രാഷ്ട്രീയ തന്ത്രജ്ഞനിൽ നിന്നും രാഷ്ട്രീയ നേതാവായി മാറിയിരിക്കുകയാണ്. ബീഹാർ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അതുപോലെ തന്നെ NDA ഉജ്ജ്വല വിജയം നേടിയ സംസ്ഥാനമാണ് ബീഹാർ. അവിടെ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കാലിടറിയിരിക്കുന്നു. അതും 95 മുതൽ അവർ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഒരു മണ്ഡലം ബങ്കിപ്പൂർ, അവിടെയാണ് വിജയം നേടിയിരിക്കുന്നത്. ഈ വിജയത്തിൻ്റെ സാധ്യതകൾ നേരത്തെ ജനസുരാജ് പാർട്ടി കണ്ടിരുന്നോ എന്ന സംശയമാണ്. പക്ഷേ വേഗത്തിലൊരു ട്വിസ്റ്റാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കാം അവിടെ ബി ജെ പിക്ക് അടിപതറാൻ കാരണമായത്? ബി ജെ പി തന്നെ ഇത് ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് ബങ്കിപ്പൂരിൽ തങ്ങൾ ആരെ നിർത്തിയാലും വിജയിക്കുമെന്നാണ്. അവിടെ പലരും പറഞ്ഞു കേൾക്കുന്നത് ഒരു കുത്ത അവിടെ നിന്നാലും, ഒരു പട്ടി അവിടെ നിന്നാലും ബി ജെ പി ടിക്കറ്റിൽ ജയിക്കും എന്ന് ബി ജെ പിയുടെ ചില നേതാക്കൾ പറഞ്ഞു എന്നാണ്. അത് പക്ഷേ ബി ജെ പി നിഷേധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്കെതിരെയുള്ള ഒരു പ്രചരണം മാത്രമായിരുന്നു. അത് പ്രശാന്ത് കിഷോറും കോൺഗ്രസും RJD നടത്തിയ പ്രചരണം മാത്രമാണ്. ഞങ്ങൾ ഒരിക്കലും ഒരു ഇലക്ഷനെയും ഞങ്ങളങ്ങനെ 0 ആയിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇത് തെറ്റിദ്ധാരണ ജനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ബങ്കിപ്പൂർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കക്ഷത്തിലിരിക്കുന്ന ഒരു ചെറിയ സാധനമാണ്. അതൊരിക്കലും നമ്മുടെ നഷ്ടപ്പെടില്ല എന്നവർ വിശ്വസിച്ചിരുന്നു. അതൊരു കാരണവശാലും തങ്ങളുടെ ഇത് പോകുന്നവർ പ്രതീക്ഷിച്ചില്ല. പക്ഷേ പ്രശാന്ത് കിഷോർ എന്ന പൊളിറ്റിക്കൽ അനലിസ്റ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തന്ത്രജ്ഞൻ, രാഷ്ട്രീയ തന്ത്രജ്ഞൻ അവിടെ പയറ്റിയ ട്രിക്കുകൾ വിജയിച്ചു എന്നുള്ളതാണ്. അത് ബി ജെ പിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. കാരണം ബീഹാർ എന്ന് പറയുന്നത് 40 ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ 4ാമത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം. 2029 വിജയിക്കണമെങ്കിൽ ഇപ്പോൾ 42 സീറ്റുള്ള ബംഗാൾ നമുക്ക് ബി ജെ പിക്ക് പിടിച്ചടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയും അടുത്ത 48 സീറ്റുള്ള മഹാരാഷ്ട്രയും കയ്യിൽ ഒതുങ്ങും. 80 സീറ്റുള്ള UP വലിയ കുഴപ്പമില്ലാതെ പോകുമെന്നാണ് അവരുടെ വിശ്വാസം. ഇപ്പോൾ ഈ 4 UP, മഹാരാഷ്ട്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ഈ 4 സ്ഥലങ്ങളിലും ഒരുപോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അടുത്ത പാർലമെൻറ്റിലേക്ക് കുതിച്ചു കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ബി ജെ പി. ആ ഉദ്ദേശത്തിലാണ് ഡീലിമിറ്റേഷനും ഇനി കൂടുതൽ സീറ്റും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ 40 എന്ന് പറയുന്നത് ചിലപ്പോൾ 60-ലധികം സീറ്റുകൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും നഷ്ടം വരുന്നത് ബി ജെ പിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ലാത്തതാണ്. മറ്റൊരു കാര്യം, അവരുടെ ഏറ്റവും വലിയ നേതാവ് നിതിൻ നബീൻ്റെ മണ്ഡലം, അതായത് താങ്കൾ പറഞ്ഞ പോലെ 1995 4 വർഷം അദ്ദേഹത്തിൻ്റെ പിതാവ് നിതിൻ കിഷോർ പ്രസാദ് സിൻഹ അദ്ദേഹം കയ്യിൽ വെച്ചിരുന്ന മണ്ഡലമാണ്. അത് കഴിഞ്ഞ് മകന് നൽകിയപ്പോൾ 5 വർഷം നിതിൻ നബീൻ കൈവച്ച മണ്ഡലം, 9 വർഷം. 30 വർഷത്തിനിടെ 9 ഇലക്ഷൻ അവിടെ നടന്നു. ആ 9 ഇലക്ഷനും, അതായത് 1995 മുതൽ 2025 വരെ നടന്ന ഇപ്പോൾ നടന്ന ഇലക്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ബി ജെ പി വൻ ഭൂരിപക്ഷത്തിൽ, അത് കായക്ക് എന്ന് പറഞ്ഞൊരു സമുദായമാണ്, കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിലാണ് ഈ
2 നബീന്മാരും, അച്ഛൻ നബീനും മകൻ നബീനും അതിൽപ്പെട്ടവരായിരുന്നു. അവിടെ നിന്നാണ് അവർ വിജയിച്ച് വന്നത്. ഇത്തവണയും അവർ പിന്നെ ഒരു സിൻഹയെ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്, നീരജ് കുമാർ സിൻഹ. അതെ, നീരജ് കുമാർ സിൻഹ. പക്ഷേ അവിടെ ചില അന്തഃഛിദ്രങ്ങൾ വന്നു എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ BJPയിൽ ഉണ്ടായ ഒരു അന്തഃഛിദ്രവും കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഏതായാലും അത് അഡ്രസ്സ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൃത്യമായി പരിഹരിക്കുവാൻ നിതിൻ നബീന് സാധിച്ചില്ല. എല്ലാം വളരെ മൈന്യൂട്ട് ലെവലിലുള്ള പ്രശ്നങ്ങൾ പോലും പരിഹരിച്ച് വളരെ ശാസ്ത്രീയമായി മുന്നോട്ട് പോകുന്ന നേതാവാണ് നിതിൻ നബീൻ. അടിയൊഴുക്കുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം കാലിന് താഴെയുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതെ. അപ്പോൾ അവിടെ വേറൊരു വികാരമുണ്ട്. ഇപ്പോൾ നമ്മൾ ജൻസിയുടെ കാര്യം പറഞ്ഞില്ലേ, ജൻസി പ്രക്ഷോഭത്തിന്റെ ഒരു ലാഞ്ചനയും അവിടെ അടിച്ചിട്ടുണ്ട്. ആ ലാഞ്ചന എന്ന് പറയുന്നത് പാറ്റ്നയിൽ ഡൽഹിയിൽ നടന്നതുപോലെ ജൻസികളുടെ പാറ്റകളുടെ കലാപം വന്നപ്പോൾ അവിടെ വെടിവെപ്പ് വരെ നടന്നു. അതൊക്കെ ഈ ഇലക്ഷന് വളരെ തൊട്ട് മുമ്പായിരുന്നു. പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് 2-3 ദിവസം മുമ്പ് നടന്ന സംഭവങ്ങളാണ് അതൊക്കെ. അപ്പം അതൊക്കെ യുവാക്കളിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രശാന്ത് കിഷോർ ഫോക്കസ് ചെയ്തിരുന്നത് യുവാക്കളിലാണ്. നിങ്ങൾക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ കിട്ടണ്ടേ, നിങ്ങൾക്ക് തൊഴിൽ നല്ലത് കിട്ടണ്ടേ, നിങ്ങൾക്ക് യഥാർത്ഥ ഡെവലപ്മെൻറ്റ് വികസനം എന്താണെന്നുള്ളത് അറിയണ്ടേ. ചുമ്മാ റോഡുണ്ടായെന്നോ അല്ലെങ്കിൽ പാലം ഉണ്ടായെന്നോ പറഞ്ഞാൽ പോരാ, യഥാർത്ഥ വികസനം എന്താണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടേ. ഈ 3 സാധനങ്ങൾ പ്രശാന്ത് കിഷോർ ഭംഗിയായിട്ട് ഉപയോഗിച്ചു. പിന്നെ പ്രശാന്ത് കിഷോർ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിച്ചൊരു സാധനം പ്രൈഡ് ഓഫ് ദ ബിഹാറി. അതായത് നരേന്ദ്രമോദി പറഞ്ഞത് യുവാക്കളെ കൊടുക്കുന്ന സാധനമാണല്ലോ ഈ മൊബൈലും ഡാറ്റയും. അദ്ദേഹം പറഞ്ഞു ഫ്രീ ഡാറ്റ യുവാക്കൾക്ക് തരുമെന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ പറഞ്ഞു. അപ്പോൾ പ്രശാന്ത് കിഷോർ പ്രധാനമായും പറഞ്ഞത് ഡാറ്റയല്ല നിങ്ങൾക്ക് വേണ്ടത്, ബേട്ടയാണ്. അതായത് നിങ്ങളുടെ ബേട്ട എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളൊക്കെ ഇന്ത്യയിലെ കൂലിപ്പണിക്കാരാണ്. ആ സ്ഥിതി മാറണം. ബീഹാറികൾ ഇന്ത്യയുടെ കൂലിപ്പണിക്കാരായിട്ട് ജീവിച്ചാൽ പോരാ. ബീഹാറിൻ്റെ മണ്ണിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്ന ബേട്ടകളാണ്. അല്ലാതുകൊണ്ട് നിങ്ങൾക്ക് ഡാറ്റയല്ല വേണ്ടത്, ബേട്ടയാണ് വേണ്ടത് എന്നുള്ള മുദ്രാവാക്യമാണ്. അതൊക്കെ ചിലത് ഇങ്ങനെ നമ്മുടെ ചെവിക്കകത്ത് ഇങ്ങനെ മുഴങ്ങില്ലേ, അതുപോലത്തെ ഒരു മുദ്രാവാക്യമായിരുന്നു. ഇതാരും അധികം ശ്രദ്ധിച്ചില്ല. എന്നോട് അവിടുത്തെ ഒരു ജേർണലിസ്റ്റാണ് പറഞ്ഞത് ഈ സാധനം പ്രശാന്ത് കിഷോർ അതായത് ആ ഇലക്ഷൻ സ്ട്രാറ്റജീസ് എന്നുള്ള തന്ത്രം ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ടാണ്. അതെ, ഭംഗിയായിട്ടത് ഉപയോഗിച്ചു പുള്ളി. അതെ, പ്രൈഡ് ഓഫ് ബിഹാറി. അതെ, പ്രൈഡ് ഓഫ് ബിഹാറി. അപ്പോൾ അത് വളരെ തന്ത്രപരം, കാരണം ഇത്തരത്തിലുള്ള തന്ത്രപരമായ നീക്കങ്ങൾ നടത്താൻ പേരുകേട്ട ആളാണ് പ്രശാന്ത് കിഷോർ. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മോദിക്ക് വേണ്ടിയിട്ട് 2014 അദ്ദേഹം ഇറക്കിയത് അറിയാലോ. അതാണ് ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടാക്കി. നരേന്ദ്രമോദിയെ ചായ്വാല എന്ന് വിളിച്ചതും അതിന്റെ പേരിൽ ചർച്ച നടത്തി അത് ഗോളടിച്ചു. നരേന്ദ്രമോദിക്ക് വേണ്ടി അന്ന് ഇലക്ഷൻ പ്രചരണം നടത്തിയത് പ്രശാന്ത് കിഷോറാണ്. അതിനുശേഷമാണ് അദ്ദേഹം BJPയിൽ നിന്നും അകന്ന് മറ്റൊരു പുതിയ രാഷ്ട്രീയ പന്താവ് വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഏതായാലും പക്ഷേ കഴിഞ്ഞ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 238 സീറ്റിൽ ആകെ 243 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 238 ഇടത്ത് മത്സരിച്ചു. പക്ഷേ ഒരിടത്ത് പോലും ജയിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല 236 കെട്ടിവെച്ച കാശും പോയി. 2 സ്ഥലത്തെ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയുള്ളൂ. അതെ. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകം എല്ലാവരും ഉപദേശിച്ചു, ചെന്ന് ചാടിക്കൊടുക്കരുത്. നിതിൻ നബീനും അതുപോലെ തന്നെ പിതാവ് കിഷോർ നബീനും ഒക്കെ ജയിച്ച സ്ഥലത്ത് നിങ്ങൾ പോയി തലവെച്ച് കൊടുക്കരുത്, നിങ്ങളുടെ അഡ്രസ്സ് കാണില്ല, പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി തൊലയുമെന്ന് പറഞ്ഞു. പക്ഷേ അത് വളരെ വലിയൊരു ഒരു ഹീറോയിക് ആയിട്ടുള്ളൊരു ചുവടുവയ്പ്പായിരുന്നു പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ച്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിരുന്നില്ല. ഇക്കുറി അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചു, അതും ഈ BJP കോട്ടയിൽ. അവിടെ മത്സരിച്ചു. വളരെ ശക്തമായ പ്രചരണം, അത് എല്ലാ ലെവലിലും. എനിക്ക് തോന്നുന്നു പ്രശാന്ത് കിഷോർ എന്ന തന്ത്രജ്ഞൻ അവിടെ ആ ഒരു ചെറിയ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളെല്ലാം പയറ്റുവാനുള്ള അവസരം ലഭിച്ചു, സമയം ലഭിച്ചു. കുറച്ച് സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ ശക്തിയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചപ്പോൾ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം പൂർണ്ണമായി വിജയിച്ചു. അദ്ദേഹം ഈ 238 മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായ റിസോഴ്സ് അദ്ദേഹത്തിൻ്റെ. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മാൻ പവർ. പണം അദ്ദേഹത്തിൻ്റെ ഇല്ല, പക്ഷേ മാൻ പവർ ഉണ്ട്. ആ മാൻ പവർ മുഴുവൻ അദ്ദേഹം ബങ്കിപ്പൂർ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് മാത്രമല്ല, BJPയുടെ തന്ത്രം എന്ന് പറയുന്നത് ലോക്കൽ നേതാക്കളും ലോക്കൽ ഓരോ വീടുകൾ കയറിയുള്ള പ്രചരണവും ഒക്കെയാണ്. അതിനെ അദ്ദേഹം ഇത്തവണ പൊളിച്ചത് ഈ മഹല്ല മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റെസിഡൻസ് മീറ്റിങ്ങിൽ ചെറിയ കുടുംബ മീറ്റിങ്ങുകൾ, കുടുംബ യോഗങ്ങളിലേക്ക് അദ്ദേഹം ഫോക്കസ് ചെയ്തു. കൊച്ചു ക്രൗഡുകൾ അവിടെയെല്ലാം പുള്ളിയും കഴിയുന്നതും പോയി. നേരത്തെ പുള്ളി പ്രധാനം തുടങ്ങി എല്ലായിടത്തും പോയി. BJPയുടെ ആ സ്ട്രാറ്റജി, അതായത് ലോക്കൽ മൈക്രോ ലെവൽ എന്ന് പറയുന്ന നിതിൻ നബീൻ്റെ ട്രിക്കുണ്ടല്ലോ, ആ ട്രിക്കിലേക്ക് പുള്ളി ഫോക്കസ് ചെയ്തു. അങ്ങനെയാണ് ലോക്കൽ ആൾക്കാരെ കൈയെടുത്തത്. പിന്നെ വേറൊന്ന്, ഈ
കുറേ നാളുകളായിട്ട്, അതായത് ലാലു പ്രസാദിൻ്റെ കാലം മുതൽ ഈ പിന്നോക്കക്കാർക്ക് മാത്രമാണ് അവിടെ ഒരു സുപ്പീരിയോറിറ്റി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ബ്രാഹ്മണാണ്. അപ്പോൾ അപ്പർ കാസ്റ്റിനെ ഒന്ന് ഇക്കിളിപ്പെടുത്തുന്ന മുദ്രാവാക്യം അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ഇവിടെ അങ്ങനെ ഒരു അവജ്ഞ ഉണ്ട്, നിങ്ങളിൽ ആരും മുഖ്യമന്ത്രി ആയിട്ടില്ല എന്നുള്ളൊരു മെസ്സേജ് ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഒരു പ്രസംഗത്തിലും പറഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹം ആ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സമ്രാട് ചൗധരിയെ അദ്ദേഹം വളരെ മോശമായിട്ടാണ് കണ്ടത്. ഇതുപോലത്തെ ഒരു മുഖ്യമന്ത്രിയാണോ ബീഹാറിന് വേണ്ടത്? നിതീഷ് കുമാറിൽ നിന്നും സമ്രാട് ചൗധരിയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിശ്വാസം ഈ മുന്നണിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടല്ലേ? അപ്പോൾ ഒന്ന് ഈ യുവാക്കളുടെ ഒരു സ്വാധീനം, രണ്ടാമത്തെ ഫാക്ടർ നിതീഷ് കുമാർ തന്നെയാണെന്നാണ്. നിതീഷ് കുമാർ വലിയ സ്വാധീനമാണ്. അത് മാറി സമ്രാട്ട് വന്നത് അവിടുത്തെ ജനങ്ങൾക്ക് അത്ര രുചിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. കാരണം അവിടെ അതിപിന്നോക്കക്കാരുടെ ഒരു സ്ഥലമാണ്. അതിപിന്നോക്കക്കാരുടെ പ്രതീകം എന്ന് പറയുന്നത് നിതീഷ് കുമാറാണ്. നിതീഷ് കുമാർ അങ്ങനെ അവിടെ ഒരു വലിയ ബിംബം പോലെ നിന്നതുകൊണ്ടാണ് കഴിഞ്ഞ ഇലക്ഷനിൽ 202 സീറ്റ് 243-ൽ 202 സീറ്റ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത്, എൻ ഡി എക്ക് നേടാൻ കഴിഞ്ഞത്. എൻ ഡി എയിലെ ആ വോട്ടിൽ ബി ജെ പിയാണ് കൂടുതലും നേടിയത്. മറ്റൊരു നിരീക്ഷണം വരുന്നത്, എനിക്ക് തോന്നുന്നത് നിതിൻ നബീൻ്റെ സാന്നിധ്യം ബീഹാറിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും പ്രവർത്തിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സാധിച്ചു, വിജയം നേടാൻ സാധിച്ചു. പക്ഷേ ആ വിജയത്തിന് ശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അവിടെയില്ല. അപ്പോൾ ബി ജെ പിക്കാർക്കിടയിൽ ഒരു കെട്ടുറപ്പ് അവിടെ അയവ് വന്നിരിക്കുന്നു. മറ്റൊന്ന് JDU, അവരുടെ ഒരു അതൃപ്തിയും കാണാതിരിക്കാൻ പാടില്ല. നിതീഷ് കുമാർ ഇത്രയും നാൾ അവിടുത്തെ കാരണവരായി നിന്നു, മുഖ്യമന്ത്രിയായി തുടർന്നു. പക്ഷേ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അവർക്ക് ഉള്ള അതൃപ്തി, ഈ രണ്ട് കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ പ്രതിഫലിച്ചോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ആദ്യം പറഞ്ഞത് ഏതാണ്ട് വളരെ കറക്റ്റാണ്. അതായത് JDU-ൽ ഒരു ഭയമുണ്ട്, JDU-നെ ബി ജെ പി വിഴുങ്ങിയോ, അടുത്ത ഇലക്ഷനിൽ എന്തായാലും ബി ജെ പി JDU-ന് ഇത്രയും സീറ്റ് കൊടുക്കില്ല, JDU-ന് പ്രമുഖനായൊരു നേതാവില്ല, പതിയെ ബി ജെ പി JDU-യെ വിഴുങ്ങിയോ എന്നൊരു സംശയം അവർക്കുണ്ട്. അത് പക്ഷേ അത് ഡിസ്പ്ലഷറായിട്ട് വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പുത്രനെ ഇപ്പം അവർ ഉചിതമായിട്ട് സ്ഥാനമോ കൊടുത്തിരുത്തുകയൊക്കെ ചെയ്തുകൊണ്ട് അതിൽ വലിയ പ്രശ്നം വരാൻ വഴിയില്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ നിതിൻ നബീൻ്റെ അസാന്നിധ്യം പ്രശ്നമായിട്ടുണ്ട്. കാരണം ഒരു മണ്ഡലത്തിൽ, ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ നമ്മൾ നിൽക്കുമ്പം എന്നും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളുമായി നമ്മൾ ഇടപെടുകയും ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. ആ ഒരു ബന്ധക്കുറവ് അവിടെ വന്നിട്ടുണ്ട്. അതിന് പുറമെ ഡൽഹിയിലെ കലാപം നടന്ന സമയം എല്ലാ നേതാക്കളുടെയും ശ്രദ്ധ, ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളാരും ഈ ഒരു എന്തിന് നമ്മൾ ബങ്കിപ്പൂർ പോകുന്നത്, അത് നമ്മൾ 90,000 വോട്ടിനൊക്കെ ജയിക്കുന്ന സ്ഥലത്ത് പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ 50,000 ഭൂരിപക്ഷം തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടേക്ക് ഇനി നമ്മൾ എന്തിനും RJDക്കും വലിയ ശക്തി എന്നുള്ള, RJD ഇവിടെ ഇല്ലാതായി പോയി കേട്ടോ. 14,000 മൂന്നാം സ്ഥാനത്ത്, വെറും മോശമായി 14,000 വോട്ടാണ് കിട്ടിയത്. ബി ജെ പിക്ക് 45,000, കിഷോറിന് ഏതാണ്ട് 65,000 അടുപ്പിച്ച്, പ്രശാന്ത് കിഷോർ. ഇങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി വന്നിരിക്കുന്നത്. അപ്പോൾ RJDയുടെ വോട്ടാണ് കൂടുതലായി അങ്ങോട്ട് മാറിയിരിക്കുന്നത്. RJDയുടെ വോട്ടിൽ കൂടുതൽ മുസ്ലിം, ഒരു 40,000-ത്തോളം മുസ്ലിങ്ങളുണ്ട്. അവർ ഏതാണ്ട് N ബ്ലോക്കായിട്ട് പ്രശാന്ത് കിഷോറിന് വോട്ട് ചെയ്തു. അതുപോലെ തന്നെ അപ്പർ കാസ്റ്റ് പൂർണ്ണമായിട്ടും കിഷോറിന് വോട്ട് ചെയ്തു. അത് ബി ജെ പിയുടെ വോട്ടിൽ നിന്നാണ് അപ്പർ കാസ്റ്റിൻ്റെ വോട്ട് പോയി. അത് രണ്ടും കൂടെ, അതായത് RJDയുടെയും ബി ജെ പിയുടെ വോട്ടുകൾ ഒന്നിച്ച് പിടിക്കാനുള്ള ഒരു ട്രിക്ക് കിഷോർ എടുത്തു. ഇലക്ഷൻ തന്ത്രജ്ഞൻ്റെ ചില കപ്പാസിറ്റികളാണ് അത് ഉപയോഗിച്ച്, പ്രത്യേകിച്ച് ഒരു മണ്ഡലത്തിലില്ലേ. പിന്നെ ബി ജെ പിക്കാരുടെ ശ്രദ്ധക്കുറവെന്ന് പറഞ്ഞാൽ ഡൽഹി ആയിരുന്നു അവരുടെ ശ്രദ്ധ. ഡൽഹിയിൽ വലിയ കലാപം നടക്കുന്നു, അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് ആരും ഇതിനെ വലുതായിട്ട് കണക്കാക്കിയില്ല. നമ്മുടെ കോട്ടയിൽ ഇനി എന്ത് സംഭവിക്കാൻ എന്ന് വിചാരിച്ചു. അവിടെ അടിപറ്റി, അതിൽ താളം തെറ്റിപ്പോയിട്ടുണ്ട്. ഇത് രണ്ടും അവിടുത്തെ നിർണായക ഘടകമാണ്. പക്ഷേ പിന്നെ അതിനേക്കാൾ ഉപരി അവിടെ ഒരു വലിയൊരു വടംവലി നടന്നിട്ടുണ്ട്. അത് നരോത്തം മിശ്ര എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു പ്രമുഖനായിരുന്നു ഇവിടെ MLA ആവേണ്ടിയിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു. അതിനുശേഷം പിന്നെ അവർ കൊണ്ടുവന്നത് അഭിഷേക് കുമാർ സിൻഹ എന്ന് പറഞ്ഞ ഒരാളിനെ. അദ്ദേഹത്തിനും ചില പ്രശ്നങ്ങളൊക്കെ വരികയും അദ്ദേഹം സ്വയം പിന്മാറി. കാരണം പാരവെപ്പ് വരുമെന്ന് അദ്ദേഹത്തിന് തോന്നി, മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം പതുക്കെ പിന്മാറി. എനിക്ക് ഫാമിലി പരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പിന്മാറി. പിന്നെയാണ് യുവ നേതാവായ നീരജ് കുമാറിനെ കൊണ്ടുവരാൻ തയ്യാറായത് ബി ജെ പി. ആ നീരജ് കുമാർ വന്ന് അത് കവർ ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷേ കവർ ചെയ്യാൻ സാധിച്ചില്ല. അതാണ് അവിടെ പ്രധാനമായി വന്നത്. പിന്നെ പ്രശാന്ത് കിഷോറിൻ്റെ തന്ത്രങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അത്യധികമായി അദ്ദേഹം ഫോക്കസ് ചെയ്ത് മുഖ്യമന്ത്രിയാണ്. ബീഹാറിന് ഈ ഒരു മുഖ്യമന്ത്രി മതിയോ, ഇയാളെ പോലുള്ളൊരു ക്യാരക്ടറില്ലാത്ത ആൾ, റൗഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അത് കുറച്ച് ശരിയാണ്. കാര്യം ഈ ബീഹാറിലും UP-യിലൊക്കെ ഇച്ചിരി ചട്ടമ്പിത്തരം ഇല്ലെങ്കിൽ നേതാവായിട്ട് നിൽക്കാൻ പറ്റില്ല.
ഇപ്പോൾ യോഗി ആദിത്യനാഥ് പോലും സ്വാമിയാണെങ്കിലും സന്യാസിയാണെങ്കിലും ചില ബലം പിടിച്ച് ചട്ടമ്പിത്തരം കാണിച്ചില്ലെങ്കിൽ യു പിയിൽ നിൽക്കാൻ പറ്റില്ല. അതേ പ്രശ്നം ബീഹാറിലും ഉണ്ട്. ബീഹാറിൽ റൂഡി മുമ്പ് വരിക്കുമ്പോൾ റൗഡി എന്നാണ് പലരും വിളിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിന് അവിടെ നിൽക്കണമെങ്കിൽ അങ്ങനെ വേണം. അതിൽ വ്യത്യസ്തമായി നിന്ന് നിതീഷ് കുമാർ മാത്രം. നിതീഷ് കുമാർ വേറൊരു ശൈലിയാണ്, എല്ലാവരും ചിരിച്ചുകൊണ്ട് സമീപിക്കുന്നത്. ലാലു ആണെങ്കിലും തിരിച്ച് ഇതുപോലെ തന്നെയാണ്, ഗുണ്ടായുസം കൊണ്ട് മാത്രം നിലനിന്ന ആളാണ് ലാലു. അപ്പോൾ നിതീഷ് കുമാറിന്റെ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശൈലിയുള്ള ഒരാൾ വന്നപ്പോൾ അത് ജനങ്ങൾക്ക് ഫീൽ ചെയ്തു. ജനങ്ങൾക്കത് ഈ പറഞ്ഞ പോലെ റൗഡി ആണോ എന്നൊരു സംശയം, ക്യാരക്ടറിൽ ആ ഒരു മാന്യത ഇല്ലയോ എന്നൊക്കെ ഒരു തോന്നൽ. ഒരു വാക്വം അങ്ങനെ വരും. വലിയൊരു നേതാവ് പോയിട്ട് വേറൊരാൾ വരുമ്പോൾ ഒരു വാക്വം വരും. ആ വാക്വം ഫിൽ ചെയ്യാൻ തക്ക ഒരു കെൽപ്പ് സാമ്രാട്ടിന് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ഉള്ള പ്രശാന്ത് കിഷോറും പറഞ്ഞു. അതെ, പ്രശാന്ത് കിഷോർ ജയിച്ചപ്പോൾ മോദി തോറ്റല്ലോ അല്ലെങ്കിൽ നവീൻ തോറ്റെന്നല്ലോ എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ അമിത്ഷാ തോറ്റെന്നോ അല്ലെന്നോ അല്ല പറഞ്ഞത്, BJP തോറ്റെന്ന് പോലും അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സാമ്രാട്ട് ചൗധരിക്കുള്ള ഒരു അടിയാണ് ഇത്, അമിത്ഷായും മോദിയും മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പോലും അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, അത് BJPയുടെ പരാജയമായിട്ട് അദ്ദേഹം പറഞ്ഞില്ല. ഓക്കെ, അല്ല ഇത് കാണിക്കുന്ന ഒരു സൂചന, ഒരു വ്യക്തമായ രാഷ്ട്രീയ സൂചന ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, ഓക്കെ, തന്ത്രങ്ങൾ പയറ്റി BJP എന്ന വലിയ ഒരു പ്രസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP ഇപ്പോൾ, അതിൽ യാതൊരു സംശയവുമില്ല. ആ BJPക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ സ്ഥലങ്ങളിൽ, മത്സരം ചുരുങ്ങിയ സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ എതിരാളികൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ തോൽപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഈ തന്ത്രങ്ങളൊക്കെ എല്ലായിടത്തും ഒരുപോലെ പയറ്റുവാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല. കാരണം ഇതൊരു വലിയ ജൈജാൻറ്റിക് മിഷനാണ് BJP എന്ന് പറയുന്നത്. ആ ജൈജാൻറ്റിക് മിഷനൊപ്പം ചെറിയ ചെറിയ ട്രാൻസ്ഫോമറുകളൊന്നും വന്നാൽ ഏൽക്കില്ല. പക്ഷേ ലോക്കൽ ലെവൽ പറ്റും. പ്രശാന്ത് കിഷോർ അവിടെ നിന്നാൽ പറ്റും. ഇപ്പോൾ പിന്നെ കെജ്രിവാൾ ഒരു മണ്ഡലത്തിൽ നിന്നാൽ ചിലപ്പോൾ അദ്ദേഹം വീണ്ടും ജയിച്ചെന്നിരിക്കും. പിന്നെ അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കെതിരെ ഇവരെല്ലാം കൂടെ ശക്തമായിട്ട് ഒരേ സ്ഥലത്ത് വന്ന് ഫോക്കസ് ചെയ്യുമ്പോഴും ചിലപ്പം വിമിഷ്ടം ഉണ്ടാകും. കഴിഞ്ഞ തവണ അദ്ദേഹം ആദ്യം ലീഡ് കുറഞ്ഞു, എന്നിട്ടാണ് പിന്നീട് ലീഡിലേക്ക് തിരിച്ചു വന്നത്. അതുപോലെ കെജ്രിവാൾ ഒറ്റയ്ക്ക് നിന്നാൽ ചിലപ്പോൾ വീണ്ടും ജയിച്ചെന്നിരിക്കും. മമത ചിലപ്പോൾ അടുത്ത ഇലക്ഷനിൽ ഒറ്റയ്ക്ക് നിന്നാൽ ജയിച്ചെന്നിരിക്കും. അതൊക്കെ ഈ വലിയ ലീഡേഴ്സിനെ നമുക്ക് തോൽപ്പിക്കുക എളുപ്പമല്ല. ഇത് പ്രശാന്ത് കിഷോർ ചുളുവിൽ ഒപ്പിച്ച ഒരു ഇടിയാണ്. ഓക്കെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, മറ്റൊരു കാര്യം. ഓക്കെ, BJP നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ അവിടെ കാലങ്ങളോളം ഭരിച്ച മറ്റൊരു പാർട്ടിയുണ്ട്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച RJD, ലാലു പ്രസാദ് യാദവിൻ്റെ. ലാലു പ്രസാദ് യാദവ് പ്രസിദ്ധനായി, പിന്നീട് കുപ്രസിദ്ധനായി, ജയിലിൽ വരെ കിടന്നു. അപ്പോൾ അത്തരത്തിലൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വിജയം നേടാൻ സാധിച്ചിരുന്നു, ഒരു സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പിന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ സ്പേസിലേക്ക് ജൻസുരാജ് പാർട്ടി ഉയർന്നു വരുന്നോ എന്ന ഒരു, അല്ലെങ്കിൽ അതിലുള്ള സാധ്യത തള്ളിക്കളയാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് യാദവ്മാരുടെ കുറേ വോട്ടുകൾ കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം മുസ്ലിങ്ങൾ എൻ ബ്ലോക്കായിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്തുള്ളൂ. 40,000 മുസ്ലിങ്ങളുള്ളതിൽ വലിയൊരു വിഭാഗം വോട്ട് ചെയ്തു എന്നാണ് അറിയുന്നത്. സാധാരണ RJDക്കാണ് ഈ വോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് RJD തീരെ അങ്ങ് താഴെ പോയത്. 14,000 ചുരുങ്ങിപ്പോയി. അവർക്ക് 90% അവരുടെ വോട്ട് നഷ്ടപ്പെട്ടു എന്നാണ്. ഓക്കെ, അതായത് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. RJD ഇങ്ങനെ പോയാൽ തകർന്നു പോകും. അവിടെ RJD ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസ് ഇല്ല, RJD ആണ് പിന്നെ അവിടെ ഉള്ളത് പ്രതിപക്ഷം. അതും കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഉള്ള വാക്വം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ കിഷോറിന്റെ ഒരു ഉദ്ദേശം. പക്ഷേ അത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായി പ്രശാന്ത് കിഷോറിന് പോയി എങ്കിൽ അത് വലിയൊരു സൂചനയാണ് തരുന്നത് ബീഹാറിനെ സംബന്ധിച്ച്. അതായത് മുന്നോക്കവും മുസ്ലിമും അവിടെ ഇപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഈഴവ മുസ്ലിം വോട്ടുകൾ ഒന്നിച്ചാൽ പ്രശ്നമാണെന്ന് പറയില്ലേ, അതുപോലെയാണ് അവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പർ കാസ്റ്റും മുസ്ലിങ്ങളും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബീഹാറിൽ പ്രധാന പ്രതിപക്ഷമായെങ്കിലും വരാൻ ചിലപ്പോൾ പ്രശാന്ത് കിഷോറിന് സാധിച്ചിരിക്കും. പക്ഷെ ഇതിനേക്കാൾ വലിയൊരു കാര്യം BJP മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് 12 വർഷമായി നരേന്ദ്രമോദിയുടെ ഭരണം നിൽക്കുകയാണ്. അപ്പോൾ 12 വർഷം, അതായത് നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നപ്പോൾ 12 വയസ്സായ ഒരു കുട്ടിക്ക് ഇന്ന് 24 വയസ്സാണ്. 15 വയസ്സുള്ളവന് 27 വയസ്സാണ്. അപ്പോൾ ആ ഏജിലുള്ള ഒരു വലിയ വിഭാഗം വോട്ടേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഇവർക്ക് ഈ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ യാതൊന്നും അറിയില്ല. മുമ്പുള്ള കാര്യങ്ങൾ മോദിക്ക് മുൻപ് എങ്ങനെയാണെന്നുള്ളത്, തീവ്രവാദം നടന്നിരുന്നു, ഭീകരവാദം ഉണ്ടായിരുന്നു,
എന്നും ബോംബ് പൊട്ടിയിരുന്നോ, ഇന്ത്യ ശിഥിലമാകാൻ പോയിരുന്നോ, കോൺഗ്രസ് എത്ര ദുർബലമായിരുന്നു, അഴിമതി കേസുകൾ എത്രയായിരുന്നു, ഇന്ത്യ ഒരു കുത്തഴിഞ്ഞ രാജ്യമായി പോയിരുന്നോ, ആ കുത്തഴിഞ്ഞ രാജ്യത്ത് നിന്ന് മോദി ഇന്ത്യയെ ഒരു വലിയ ശക്തമായ രാജ്യമാക്കി മാറ്റി, അത് വിദേശത്തുൾപ്പെടെ വലിയ പേരുണ്ടാക്കി. ഇതൊന്നും ഈ 12 വയസ്സുകാരൻ ഇപ്പം 24 വയസ്സ് നിൽക്കുകയാണ്, അവൻ അറിഞ്ഞൂടാ. അവനന്ന് കുട്ടികളായിട്ട് കളിച്ചു നടന്ന പ്രായത്തിലുള്ള, പിന്നെ അവൻ കണ്ടതെല്ലാം വികസിത ഇന്ത്യയാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇവർക്ക് വിദ്യാഭ്യാസത്തിൽ ഒരു ഇക്വാളിറ്റി ഇല്ല എന്നൊരു തോന്നലുണ്ട്. ഇപ്പോഴും സമ്പന്നന് നീതി കിട്ടുന്ന, വലിയ വിദ്യാഭ്യാസം കിട്ടുന്ന, പണം കൊടുത്ത് വിദ്യാഭ്യാസം വിലക്കെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ നിലനിൽപ്പുണ്ട്. അത് തകർക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് ഇനി മോദിയും BJP-യും ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇത് എൻ്റെ ജോലി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്, എൻ്റെ ഭാവിയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളെക്കാൾ ടെൻഷനാണ് കുട്ടികൾക്ക്. അപ്പോൾ അവൻ പഠിച്ചിറങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി അവനില്ല. ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ MBBS കിട്ടണമെങ്കിൽ 1 കോടി 1.5 കോടിയും കൊടുക്കേണ്ട അവസ്ഥയല്ലേ, മറ്റേ മെറിറ്റിൽ കിട്ടുന്നത് വളരെ കുറച്ചല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് കാശുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ കാശുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വിദ്യാഭ്യാസം ഉന്നത രീതിയിൽ പോകൂ എന്നൊരു സംവിധാനം ഇന്ത്യയിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തെങ്കിലും ഉണ്ട്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്തില്ല. അല്ല, നമ്മളിപ്പോൾ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യവും എന്നാൽ ചർച്ചയിൽ പറഞ്ഞത് കാര്യവുമാണ്. അതായത് നമുക്ക് വേണ്ട സീറ്റിൻ്റെ പകുതി പോലും നമുക്ക് ഇല്ല. നീറ്റ് പരീക്ഷ വിജയിച്ച് വരുന്നവർക്ക് കൊടുക്കുവാൻ 1.5 ലക്ഷത്തോളം സീറ്റ് മാത്രമാണ് രാജ്യത്തുള്ളത് എന്നുള്ളതാണ്. ബാക്കി ക്യാപിറ്റേഷൻ ഫീ ഉണ്ട്. അപ്പോൾ ഈ ഉള്ള സീറ്റ് തന്നെ കാശുള്ളവന്റെ മക്കളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വലിയൊരു ശതമാനം പോകും. അത് കൊച്ചു കുട്ടികളെ, അതായത് അവർ കണ്ടോണ്ടിരിക്കുകയാണ്, എടാ ഞാൻ നല്ലപോലെ പഠിക്കുന്നു, ഞാൻ നല്ലപോലെ പരീക്ഷ, പക്ഷേ പഠിക്കാത്തവൻ, അവൻ്റെ അച്ഛന് കള്ളപ്പണം ഉള്ളതുകൊണ്ട് അവൻ ഡോക്ടറായി, അവൻ എഞ്ചിനീയറായി. ഇത് പിള്ളേരുടെ മനസ്സിൽ ഭയങ്കരമായ ആദ്യം ഉണ്ടാക്കുകയാണ്. നമ്മുടെ കാലമല്ല. കാരണം അവർക്ക് ഡിസ്ട്രാക്ഷൻ മൈൻഡിന് പല കാര്യങ്ങളുണ്ട്. ഇന്ന് അവർ പഠിത്തം എന്ന് പറഞ്ഞാൽ LKG മുതൽ കൊണ്ടുവരും അച്ഛനും അമ്മയും. അതെ, ഈ 2014 മുൻപ് ഈ സീറ്റിന്റെ എണ്ണം ഇതിനേക്കാളൊക്കെ എത്രയോ കുറവായിരുന്നു. 2014 ശേഷം മോദി വന്നതിന് ശേഷം ഈ സീറ്റുകളുടെ എണ്ണം, അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണം വളരെയേറെ കൂടി. മോദി ചെയ്തതൊന്നും 12 വയസ്സ്, അന്ന് 2014 12 വയസ്സുള്ളവൻ ഇപ്പോൾ അറിയുന്നില്ല. 2026 ആയി, അവന് 24 വയസ്സായ മുമ്പ് എന്തായിരുന്നു അവൻ അറിഞ്ഞൂടാ. കാരണം അവൻ കൊച്ചുകുട്ടിയായിരുന്നു. അവന്റെ അച്ഛനറിയാം, പക്ഷെ അവൻ അറിഞ്ഞൂടാ. IIT-കളുടെ എണ്ണം പല മടങ്ങ് കൂടി, IIM-കളുടെ എണ്ണം കൂടി, അതുപോലെ തന്നെ എയിംസുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഹോസ്പിറ്റൽ സംവിധാനം കൂടി, ഇതെല്ലാം അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളതിനൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അന്നുണ്ടായിരുന്നതിനേക്കാൾ പല മടങ്ങ് കൂടുതൽ സീറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ അത് പോരാ. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇരട്ടിയെങ്കിലും വേണം. മോദി സർക്കാർ തീർച്ചയായും പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തെ ഒന്ന് ഉടച്ചു വാർക്കേണ്ടതുണ്ട്. അവിടുത്തെ പണത്തിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ, ഹുങ്കിൻ്റെയൊക്കെ പുറത്ത് അഡ്മിഷൻ കിട്ടുന്ന സംവിധാനം മാറ്റണം. അത് മാറ്റിയില്ലെങ്കിൽ അത് ജൻസികളിൽ ഇതുപോലുള്ള തിരുക്കുകൾ കൊണ്ടുവന്ന് അവരെ തിരിക്കാൻ കഴിയും. അവർ മാറിയാൽ അവർ വലിയൊരു നമ്പറാണ്. അവരേതാണ്ട് നിർണായകമായ വോട്ടാണ്. കറക്റ്റ്. ആ വോട്ട് 65% 35 വയസ്സിന് താഴെയുള്ളവരാണ്. അതിൽ തന്നെ ഒരു ഞാൻ പറഞ്ഞ ഈ മോദിയെ അറിയാത്ത ഒരു, മോദിയുടെ മുമ്പുള്ള ഇന്ത്യയെ അറിയാത്ത ഒരു വലിയ വിഭാഗമുണ്ട്. അതായത് ഇപ്പം 24 വയസ്സും ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ, അതിന് മുകളിലോട്ടുള്ളവർ, അവരിൽ ഇത് പ്രശ്നമാക്കും. കറക്റ്റ്. 18 വയസ്സിലാണ് വോട്ടെന്ന് ഓർക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു 18-നും 30-നും ഇടയ്ക്കുള്ള പലർക്കും ബിഫോർ മോദി എന്താണെന്ന് അറിഞ്ഞൂടാ, ബിഫോർ മോദി എന്തായിരുന്നു ഇന്ത്യ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇതിൽ വികസനം 2014 അദ്ദേഹം എവിടെയാണോ തുടങ്ങിയത് അതിൻ്റെ പേസ് കുറെ കൂടെ കൂട്ടേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ തലമുറ കുറെ കൂടി അഗ്രസീവാണ്. അവർക്ക് മുന്നിൽ കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നുണ്ടെങ്കിൽ ആയുധമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ റോഡുണ്ട്, റെയിലുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് തൊഴിലുണ്ട്, നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമുണ്ട് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. അതെ, ഡെവലപ്മെൻറ്റിനെ കുറയ്ക്കാൻ പാടില്ല, പക്ഷേ ഡെവലപ്മെൻറ്റിനോടൊപ്പം എഡ്യൂക്കേഷൻ ആൻഡ് ജോബ് എന്നുള്ള കാര്യത്തിലേക്ക് BJP തിരിയേണ്ടിയിരിക്കുന്നു. അതാണ് ഈ ഇപ്പോഴത്തെ ബങ്കിപ്പൂർ ഇലക്ഷനിൽ ഉണ്ടായിരിക്കുന്ന റിസൾട്ടിൻ്റെ യഥാർത്ഥ പാഠം. ഈ പാഠം പഠിച്ചാൽ BJPക്ക് വീണ്ടും തിരിച്ചു വരാൻ കഴിയും. BJPക്ക് സംബന്ധിച്ചിടത്തോളം ബീഹാർ മൊത്തത്തിൽ ഒരു ഇലക്ഷൻ വന്നാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഒരു കിഷോറും പ്രശ്നമല്ല. പക്ഷേ അടിയൊഴുക്കുകൾ നീണ്ടുപോയാൽ അത് പ്രശ്നം. അടിയൊഴുക്കുകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇതൊരു പ്ലേഗ് പോലെയാണ്.
അവിടുത്തെ പിള്ളേർ ഇങ്ങനെ ചിന്തിക്കും, ഇവിടുത്തെ പിള്ളേർ ഇങ്ങനെ ചിന്തിക്കും. ഇവരൊക്കെ ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഫാസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ് ഇപ്പോഴത്തെ പിള്ളേർ. അവർക്ക് ഇൻസ്റ്റാഗ്രാമും അല്ല, അവർ ഫേസ്ബുക്ക് പോലും അല്ല, പുതിയ പരീക്ഷണങ്ങൾക്ക് തയ്യാറാണ്. അവർ പ്രശാന്ത് കിഷോറിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവർ ലാലു പ്രസാദിലേക്ക് പോയില്ല, വിശ്വാസം നഷ്ടപ്പെട്ടവരിലേക്ക് പോയില്ല. അപ്പൊ അത് മറ്റൊരു സൂചന കൂടിയാണ്. പിന്നെ അതായത് വിശ്വാസം നഷ്ടപ്പെട്ട വിശ്വാസം നഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് അവർ പോകില്ല. അതൊരു വലിയൊരു സന്ദേശം കൂടിയാണ്. അതൊരു വലിയ മെസ്സേജാണ്. അതായത് പറയാതെ പോകാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും യുവാക്കൾ വെറുക്കുന്നു. ഇത് വലിയ ഒരു പാഠമാണ്. അതിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നത് ബി ജെ പി മാത്രം. ബി ജെ പിയുടെ ഒരു ജൻസി വിഭാഗം ഉണ്ട്, പക്ഷെ അത് പോരാ. ബി ജെ പിക്ക് പുറത്തൊരു വലിയ ജൻസി വിഭാഗമുണ്ട്. ആ ജൻസി വിഭാഗം അരാഷ്ട്രീയവാദത്തിലേക്ക് പോകുന്നു. കോൺഗ്രസിനെ അവർക്ക് വേണ്ട, RJD വേണ്ട, BJP വേണ്ട, പിന്നെ LJP വേണ്ട, SP വേണ്ട, ഇതൊന്നും വേണ്ട. അപ്പം BJP മാത്രമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കുറേ പേർക്കെങ്കിലും, അതായത് വലിയ ഒരു പിന്നെ തലമുറയ്ക്കും അത് കഴിഞ്ഞ് ചെറിയ തലമുറയിലെ ഒരു വിഭാഗത്തിനും താല്പര്യമുള്ളത് BJP ആണ്. പക്ഷേ അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയ വിഭാഗം കൂടെ വന്നു കഴിഞ്ഞാൽ BJPക്ക് അത് ദോഷം ചെയ്യും. അപ്പം BJP ആ ഒരു രാഷ്ട്രീയ വിരുദ്ധ ഒരു ചേരി ഉണ്ടാകുന്നതിന് BJP ശക്തമായിട്ട് പ്രതിരോധിക്കണം. അത് കണ്ട് കറക്ഷന് തയ്യാറാണ്. അത് 2 ഫീൽഡിൽ മാത്രം, ഞാൻ ഈ പറഞ്ഞ എഡ്യൂക്കേഷനും ജോബും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം അവരങ്ങനെ പോയാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. തീർച്ചയായും. ഇപ്പം 3 ഇലക്ഷനിൽ അവർ അതും കൂടെ അവർക്ക് പറഞ്ഞിട്ട് നിർത്താം. 3 ഇലക്ഷനിൽ അവർ പിന്നെ നിന്നതിൽ ഇപ്പോൾ അവർക്ക് ദതിയ കിട്ടിയില്ല എന്ന് പറയുന്നത് MP മധ്യപ്രദേശിൽ. അതൊരു കാര്യമല്ല. കാരണം അവിടെ മധ്യപ്രദേശിൽ കോൺഗ്രസ്സുകാരൻ നിന്ന് ജയിച്ച സ്ഥലമാണ്. അയാൾക്ക് അയോഗ്യത വന്നു, 3 വർഷത്തിൽ കൂടുതൽ എന്തോ ശിക്ഷയ്ക്ക് വിധേയനായി. അപ്പോൾ അതുകൊണ്ട് അയോഗ്യത വന്നപ്പം വന്ന വേക്കൻസി വന്ന സീറ്റാണ് അഴിമതി കേസിന്റെ ഇതിൽ. അത് BJPക്ക് പോയതിൽ ഒരു വിഷമവുമില്ല. കാരണം എന്താ, BJPയുടെ സീറ്റ് അല്ലായിരുന്നു, പിടിക്കാമായിരുന്നു, പക്ഷേ അവർ മാക്സിമം ട്രൈ ചെയ്ത് കിട്ടിയില്ല. പിന്നെ ഗുജറാത്തിൽ അവർക്ക് വലിയ കോട്ടമൊന്നുമില്ല, ചെറിയ പെർസെൻറ്റേജിൽ വ്യത്യാസം വന്നു എന്നുള്ളതല്ലാതെ അവിടുത്തെ മണ്ഡലത്തിൽ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സർ, വേറൊരു വിഷയം, പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പിലുടനീളം സാമ്രാട്ടിനെയാണ് അറ്റാക്ക് ചെയ്തത്. പക്ഷേ നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയ ഉന്നത നേതാക്കളെ അദ്ദേഹം ആക്രമിച്ച് കണ്ടില്ല. ഒരു മൃദു സമീപനം BJP ദേശീയ നേതൃത്വത്തോട് അദ്ദേഹം സ്വീകരിച്ചു എന്നൊരു സംശയമുണ്ട്. ചിലരൊക്കെ അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഭാവിയിലെ രാഷ്ട്രീയ നീക്കുപോക്കുകളുടെ സാധ്യതയിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? തീർച്ചയായിട്ടും പ്രശാന്ത് കിഷോർ വളരെ ബുദ്ധിപൂർവ്വമാണ് നിന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായ വിജയം അത് ഇനി അതായത് 243 മണ്ഡലത്തിലും ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം അദ്ദേഹത്തിന് ഇപ്പോഴില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവിടെ BJP ഒരു റോഡ് റോളർ സ്റ്റൈലിൽ വന്നു കഴിഞ്ഞാൽ പ്രശാന്ത് കിഷോറിനൊന്നും ആകാൻ കഴിയില്ല. പ്രശാന്ത് കിഷോർ ഒറ്റയ്ക്കായിരിക്കും മിക്കവാറും നിൽക്കുക. അതുപോലെ RJDയും കോൺഗ്രസും നിൽക്കുന്നു. ഇവർ ഇങ്ങനെ 3ആയിട്ട് പ്രതിപക്ഷത്തെ വോട്ടുകൾ ഭിന്നിച്ച് പോവുകയാണ്. ഇനി ഇവർ 3 ഒന്നിച്ച് നിൽക്കാന്ന് വെച്ചാൽ പ്രശാന്ത് കിഷോറിന് അവർ വെയിറ്റ് കൊടുക്കുകയില്ല. സീറ്റ് കൊടുക്കുന്നത് RJDക്ക് 1ാമത്, കോൺഗ്രസിന് 2ാമത്, 3ാമതായിരിക്കും പ്രശാന്ത് കിഷോറിന് കൊടുക്കുന്നത്. കാരണം നിങ്ങൾ 0ത്തിൽ നിന്നാണെന്ന് പറയും. ഇപ്പം ബംഗിപ്പൂരിൽ നിങ്ങൾ ജയിച്ചെങ്കിലും 0ത്തിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് പറയും. അപ്പോൾ രാഷ്ട്രീയ ചാണക്യൻ എന്നുള്ള നിലയ്ക്ക് പ്രശാന്ത് കിഷോർ BJPയെ വിമർശിച്ചില്ല, മോദിയെ വിമർശിച്ചില്ല, അമിത്ഷായെ വിമർശിച്ചില്ല. അതിൻ്റെ കാരണം എന്ത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഈ ചിരാഗ് പാസ്വാനെയും ഒക്കെ കൊണ്ടു നടക്കുന്ന പോലെ എന്നെ കൊണ്ടു നടന്നാൽ ഒരുപക്ഷെ ഞാൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി, നിങ്ങൾ വേണമെങ്കിൽ സാമ്രാട്ടിന് പകരം വേറൊരു നല്ല ആളിനെ മുഖ്യമന്ത്രിയായിട്ട് എടുക്കുക, ഉപമുഖ്യമന്ത്രി ആയിട്ടെങ്കിലും ഞാൻ വന്നാൽ BJPക്ക് അത് ഗുണമായിരിക്കും. എത്ര ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എങ്കിൽ തന്നെയും ഒരു കാരണവശാലും നിങ്ങൾ റിലാക്സ് ചെയ്യരുത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഒരു സ്റ്റെപ്പിൽ നിന്നും മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുക, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുക. ജനങ്ങൾക്ക് കൂടുതൽ ഏതൊക്കെ വിധത്തിൽ ഉപകാരം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ തന്നെ ചിന്തിച്ച് തയ്യാറാക്കി നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുക. ഏറ്റവും പ്രധാനമായും BJP നേരിടുന്ന വെല്ലുവിളി ഇപ്പോൾ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS പറഞ്ഞതുപോലെ യുവജനങ്ങളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവർക്ക് കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ തന്നെയും അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ നടത്തിയ മുന്നേറ്റം പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടി അവസരം കൂടുതൽ ആക്കേണ്ടിയിരിക്കുന്നു. 2014 നിന്നും 2026 എത്തുമ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ പല മടങ്ങ് സീറ്റുകൾ ഉയർന്നു എങ്കിലും അത് പോരാ. ഇപ്പോഴും സഫീഷ്യൻ്റ് ആയിട്ടില്ല. കൂടുതൽ സീറ്റുകൾ വേണം, കൂടുതൽ അവസരങ്ങൾ വേണം. തൊഴിലവസരം സൃഷ്ടിക്കുവാനുള്ള ഈ ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കേണ്ടിയും ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള വിശ്വാസം
യുവജനങ്ങൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ആ വിശ്വാസം തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ചെയ്ത കള്ളത്തരങ്ങൾ, നിങ്ങൾ പറഞ്ഞ പൊള്ളത്തരങ്ങൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് ചുരുക്കം. BJP സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിനൊപ്പം തന്നെ അവർക്ക് രാഷ്ട്രവിരുദ്ധ ശക്തികളെ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം BJP അധികാരത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ അധികാരത്തിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി ഒട്ടേറെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള രാജ്യവിരുദ്ധ ശക്തികൾ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം BJPയുടെ കീഴിൽ ഒട്ടേറെ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു. സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു. രാജ്യത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രതിരോധ രംഗത്തെ ബിസിനസ് പരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ കുറെ കൂടി ഉന്നതിയിലേക്ക് പോകുവാൻ രാജ്യത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രവിരുദ്ധരെ അടിച്ചമർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ശത്രുക്കളെ കൃത്യമായി നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന BJP ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 10-12 വർഷമായി നിങ്ങൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുതിയ തലമുറയ്ക്ക് മുൻപ് എന്താണ് രാജ്യത്തുണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. അവർ ഇപ്പോൾ കാണുന്നതിൽ നിന്നും മെച്ചപ്പെട്ടത് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ കൂടുതൽ വിജയങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യും. കാരണം ഓരോ പ്രശാന്ത് കിഷോർമാർ ഓരോ സംസ്ഥാനത്തും ഒരുങ്ങി വരുന്നുണ്ട്. അതൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് അവർക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളായിട്ടൊരുക്കിയാൽ നിങ്ങളുടെ പരാജയം ഉറപ്പ്. അപ്പോൾ ജാഗ്രതയോടെ പൊരുതുക. ഒപ്പം തന്നെ പ്രതിപക്ഷം കുറേ കൂടി വിശ്വാസമാർജിക്കുന്നതിന് വേണ്ട നടപടികളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് നല്ല ഭരണം വേണമെന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിപക്ഷം അനിവാര്യമാണ്. രാജ്യത്തെ കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെങ്കിൽ തന്നെയും ഇത്തരത്തിൽ ദുർബലമായി പോകാൻ പാടില്ല. നിങ്ങൾ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് ശക്തമായൊരു തിരിച്ചുവരവിന് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ആ ശ്രമങ്ങൾ ഇതുവരെയും അത്ര കണ്ടങ്ങ് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനിയും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു സത്യസന്ധമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.